ഉമ്മ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ ഒഴുക്കുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞതാണ് ഉമ്മ ഇപ്പൊ ഞാൻ കുളത്തിൽ പോണെന്ന് പറഞ്ഞാൽ അവിടെ ഇളകുന്നു, കറക്റ്റ് ഇളകി. പറ്റിക്കാൻ വിളിച്ചതാണ്. ഹലോ ഗായ്സ്, അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഉമ്മച്ചീനെ പ്രാങ്ക് ചെയ്ത് വിളിച്ചോണ്ട് നമ്മൾ കടയിലോട്ട് ഇറങ്ങി. നമ്മളൊക്കെ വലിയ ആളായിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ബ്രാൻഡൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ആലോചിച്ച് നോക്കും. ഭയങ്കര ഒരു വലിയ ആൾക്കാരായിട്ട് ഓഫർ തേടി പോകും നമ്മളൊക്കെ. വാങ്ങണം എപ്പോഴേലും ഭാവിയിൽ. എല്ലാം ഈ കാണുന്ന കടകളിലെല്ലാം ഓരോന്നോരോന്ന് വീതം വേണം. 70% ഒരു ഓഫ് ഉണ്ട്. 1000 സാധനം 5000 രൂപയ്ക്ക് തരും പോടേ. അങ്ങനെ നമ്മൾ നോക്കുന്ന എല്ലാ കടയിലും ഓഫർ ഉണ്ടായിരുന്നു. സെറീനയിലുണ്ട്, മാഗിലുണ്ട്, ഇൻകാൻറ്റോയിലുണ്ട്, സേലയിലുണ്ട്, അങ്ങനെ വലിയ രഹസ്യ കടയിൽ വരെ ഉണ്ട്. എനിക്ക് ഇതുവരെ പിടികിട്ടാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ 4000 രൂപയ്ക്കൊക്കെ എങ്ങനെയാണ് ഈ ഷഡ്ഡി വാങ്ങിച്ചിടാൻ തോന്നുന്നത്? 4000, 5000 രൂപയ്ക്കൊക്കെ ആക്കൊരു കഴിവ് തന്നെയല്ലേ. പിന്നെ എവിടെയൊക്കെ മിറർ ഉണ്ടാലും അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കേണ്ടത് ഒരു ആചാരം പോലെയാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാ കടകളും നോക്കി കയറി ഇറങ്ങി അവസാനം നമ്മുടെ താവളത്തിലോട്ട്, അതായത് റഷ്യയിൽ പഠിക്കുന്ന എല്ലാ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെയും താവളമായ ന്യൂയോർക്കറിലോട്ടിൽ നമ്മൾ കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ചേച്ചിക്ക് ഒറ്റയ്ക്ക് അവിടെ നിന്ന് കറങ്ങുന്നത് കണ്ടത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പണ്ടുണ്ടല്ലോ ഈ ഒരു സെക്ഷനിലോട്ട് ഞാൻ അധികം പോകാറേ ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ എന്താ പറയുക, ഈ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് എന്തോ പ്രാന്ത് കളിക്കാൻ പോലെ. പിന്നെ എസ്റ്റേ ലോഡർ എന്നുള്ള ബ്രാൻഡ് കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ഒരാളെ മാത്രമാണ് എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നത്. അതാരാണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ ടാഗ് ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ കയറിയിട്ട് ഉള്ള സാധനങ്ങളെല്ലാം ഇട്ട് എന്താ പറയുക ട്രയൽ ചെയ്യുന്നു എന്നുള്ള ഒരു പേരിൽ എല്ലാം അടിച്ച് എല്ലാ സ്പ്രേയും മസ്കാരയും ലിപ്സ്റ്റിക് ഷെയ്ഡും എല്ലാം അടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പുറത്തോട്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഞാനെന്തോ നേടിയൊരു സന്തോഷമാണ് നിങ്ങളെൻ്റെ മുഖത്താ കാണും. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ തന്നെ, അതായത് A12ൻ്റെ തന്നെ സ്കിൻ കെയർ സെക്ഷനിലോട്ടും എല്ലാം കണ്ട് ഭയങ്കര രസമാണ്. എല്ലാം ഭയങ്കര എസ്തെറ്റിക് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ബൈ ഗായ്സ്.